ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ നിർണായകമാണ്. T20 ലോകകപ്പ് കിരീടം സ്വന്തം മണ്ണിൽ നിലനിർത്തുക എന്ന ഹിമാലയൻ ലക്ഷ്യമാണ് ടീം ഇന്ത്യക്ക് മുന്നിലുള്ളത്. എന്നാൽ ഈ ടൂർണമെന്റ് കേവലം ഒരു കിരീട പോരാട്ടം മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ T20 ക്രിക്കറ്റിലെ ഒരു കാലഘട്ടത്തിന്റെ അവസാനവും പുതിയൊരു യുഗത്തിന്റെ തുടക്കവുമാകാൻ പോവുകയാണ്. ലോകകപ്പിന് ശേഷം നിലവിലെ പല സീനിയർ താരങ്ങളും ടീമിൽ നിന്ന് പുറത്തായേക്കുമെന്നും യുവരക്തത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ യുവ ഇന്ത്യ പിറവിയെടുക്കുമെന്നും സൂചനകളുണ്ട്. നിലവിലെ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പ് ഒരു വലിയ പരീക്ഷണമാണ്. ലോകത്തിലെ ഒന്നാം നമ്പർ T20 ബാറ്റർ ആയിരുന്നെങ്കിലും സമീപകാലത്തെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ സ്ഥിരതയില്ലായ്മ പ്രകടമാണ്. 36 വയസ്സിലേക്ക് കടക്കുന്ന സൂര്യയുടെ പ്രായവും സെലക്ടർമാരെ മാറ്റി ചിന്തിപ്പിക്കുന്നു. നായകൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ടീമിൽ തുടരുന്നതെന്ന വിമർശനം ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിലുമുണ്ട്. ഈ ലോകകപ്പിന് ശേഷം സൂര്യയെ ടീമിൽ നിന്നും ഒഴിവാക്കാനും മധ്യനിരയിൽ കൂടുതൽ കരുത്തരായ ഒരാളെ കണ്ടെത്താനും BCCI ശ്രമിച്ചേക്കും. അങ്ങനെ വന്നാൽ സൂര്യകുമാർ യാദവിന്റെ അന്താരാഷ്ട്ര T20 കരിയറിന് ഇത് വിരാമമാകും. സൂര്യകുമാർ യാദവിന് പകരക്കാരനായി BCCIയുടെ റഡാറിലുള്ള പ്രധാന താരം ശ്രേയസ് അയ്യരാണ്. നിലവിൽ ദേശീയ ടീമിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിലും IPLലും ആഭ്യന്തര ക്രിക്കറ്റിലും ശ്രേയസ് നടത്തുന്ന പ്രകടനങ്ങൾ അവിശ്വസനീയമാണ്. സ്പിന്നിനെ നേരിടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് മധ്യനിരയിൽ ഇന്ത്യക്ക് വലിയ കരുത്താണ് നൽകുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ IPL കിരീടത്തിലേക്ക് നയിച്ച ശ്രേയസിന്റെ ക്യാപ്റ്റൻസി മികവ് BCCI ഗൗരവത്തോടെ കാണുന്നുമുണ്ട്. സൂര്യകുമാറിന് ശേഷം ഇന്ത്യൻ T20 ടീമിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം ശ്രേയസ് അയ്യരാണെന്ന വാദത്തിന് ഇത് ശക്തി കൂട്ടുകയാണ്. ഇന്ത്യൻ ടീമിന്റെ ഭാവി വാഗ്ദാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗില്ലിന് T20 ഫോർമാറ്റിൽ അടിപതറുകയാണ്. വൈസ് ക്യാപ്റ്റൻ എന്ന പദവിയിൽ ഇരിക്കുമ്പോഴും ഈ വർഷം T20 ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഗില്ലിന് സാധിച്ചിട്ടില്ല. ഏകദിനത്തിലും ടെസ്റ്റിലും തിളങ്ങുമ്പോഴും T20 സ്ട്രൈക്ക് റേറ്റ് ഗില്ലിനെ പിന്നോട്ടടിക്കുന്നു. ലോകകപ്പിലും ഗിൽ പരാജയപ്പെട്ടാൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും ടീമിൽ നിന്നും അദ്ദേഹം പുറത്തായേക്കും. ടീമിലെ ലീഡർഷിപ്പ് ഗ്രൂപ്പിൽ ഉള്ളതുകൊണ്ട് മാത്രം കടിച്ചു തൂങ്ങുന്ന അവസ്ഥയാണ് ഗില്ലിൻ്റെതെന്ന് പലരും ആരോപിക്കുന്നു. ഗില്ലിന് പകരം ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്താൻ പോകുന്ന താരങ്ങൾ ആരാധകരെ ആവേശം കൊള്ളിക്കുന്നവരാണ്. അതിൽ പ്രധാനം ജയ്സ്വാളാണ്. അഗ്രസീവ് ബാറ്റിംഗിലൂടെ പവർ പ്ലേ അടക്കി വാഴാൻ ശേഷിയുള്ള ജയ്സ്വാൾ T20 ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. മറ്റൊരു പ്രധാന പേര് 14-കാരനായ വൈഭവ് സൂര്യവംശിയാണ്. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ജൂനിയർ ക്രിക്കറ്റിലെ അസാമാന്യ ബാറ്റിംഗ് കരുത്തും വൈഭവിനെ സെലക്ടർമാരുടെ പ്രിയങ്കരനാക്കി മാറ്റി. ഇന്ത്യയുടെ അണ്ടർ-19 ടീമിലെ മികച്ച പ്രകടനങ്ങൾ ഈ കൗമാര താരത്തിന് സീനിയർ ടീമിലേക്കുള്ള വാതിൽ തുറന്നു നൽകിയേക്കാം. 2028 T20 ലോകകപ്പ് ലക്ഷ്യമിടുമ്പോൾ ജയ്സ്വാൾ വൈഭവ് സഖ്യം ഇന്ത്യയുടെ ഓപ്പണിംഗ് കോമ്പിനേഷനായി മാറാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ടീമിന് പുറത്തായിരുന്ന ഇഷാൻ കിഷൻ ഇപ്പോൾ തന്റെ തിരിച്ചുവരവ് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. സെയ്ദ് മുഷ്തഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനെ കിരീടത്തിലേക്ക് നയിച്ച ഇഷാൻ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു. 197.32 എന്ന വെടിക്കെട്ട് സ്ട്രൈക്ക് റേറ്റിൽ 517 റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത്. സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ എന്നിവരുടെ പ്രകടനങ്ങൾ ലോകകപ്പിൽ വിലയിരുത്തിയ ശേഷം ഇഷാനെ വീണ്ടും വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീമിലെത്തിക്കും. ഇടംകൈയൻ ബാറ്റർ എന്നതും ഇഷാന് മുൻതൂക്കം നൽകുന്നു. ഇഷാനെ പോലെ യുവതാരം ധ്രുവ് ജുറയിലും വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ബാറ്റിംഗിൽ മാത്രമല്ല, ബൌളിംഗിലും ലോകകപ്പിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടാകും. ജസ്പ്രീത് ബുംറ എന്ന താരത്തിന് പിന്തുണ നൽകാൻ സ്ഥിരതയുള്ള യുവ പേസർമാരെ ഇന്ത്യ തേടുകയാണ്. അർഷ്ദീപ് സിംഗിന്റെ പ്രകടനങ്ങൾക്കൊപ്പം മായങ്ക് യാദവ്, ഹർഷ്ദീപ് റാണ തുടങ്ങിയ അതിവേഗ പേസർമാർക്കും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കും. പിൻനിരയിൽ രവി ബിഷ്ണോയെ പോലെയുള്ള യുവതാരങ്ങൾ ടീമിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഈ ലോകകപ്പിന് ശേഷം ശ്രമിക്കും. സീനിയർ താരങ്ങളെ മാറ്റുമ്പോൾ ഹർദിക് പാണ്ഡ്യയുടെ പങ്ക് വളരെ വലുതാണ്. ഓൾറൗണ്ടർ എന്ന നിലയിലും സീനിയർ പ്ലെയർ എന്ന നിലയിലും യുവനിരയെ നയിക്കാൻ ഹർദിക്കിന് സാധിക്കും. എന്നാൽ പരിക്ക് അദ്ദേഹത്തിന് എപ്പോഴും വില്ലനാകുന്നുണ്ട്. ഹർദിക്കിന്റെ ഫിറ്റ്നസ് അനുസരിച്ചായിരിക്കും ടീമിലെ ബാലൻസ് നിശ്ചയിക്കപ്പെടുക. 2025 T20 ലോകകപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയയാകും. സൂര്യകുമാർ യാദവ്, ഗിൽ തുടങ്ങിയവരുടെ ഭാവി ഈ ടൂർണമെന്റിലെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും. അതേസമയം ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി തുടങ്ങിയവർ ഇന്ത്യൻ T20 ടീമിന്റെ പുതിയ മുഖങ്ങളായി മാറാൻ തയ്യാറെടുക്കുന്നു. അനുഭവ സമ്പത്തും യുവത്വവും ചേർന്ന ഒരു ടീമിനെ കെട്ടിപ്പടുക്കുക എന്ന വെല്ലുവിളിയാണ് BCCIക്ക് മുന്നിലുള്ളത്. ഇന്ത്യയുടെ മണ്ണിൽ കിരീടം നിലനിർത്താൻ ഈ യുവനിരയ്ക്ക് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്.